ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അവൽ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്, പോഹ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ ഞാൻ വെള്ള അവല എടുത്തേക്കുന്നത്. കട്ടിയുള്ള അവൽ വേണം എടുക്കാൻ. കട്ടിയൊക്കെ കുറഞ്ഞ അവല ഇതിന് എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടി കുറഞ്ഞ അവൽ നമ്മളിത് കഴുകിയെടുക്കും. കഴുകിയെടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ അവലാണെങ്കിൽ വെള്ളത്തിൽ മൊത്തം അലിഞ്ഞു പോവും, നമുക്കിതുണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു സവാള, പച്ചമുളക്, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പച്ചക്കപ്പലണ്ടി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് അവൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണേ. ഒത്തിരി നേരം കുതിർത്തൊന്നും ഇടണ്ട. വെള്ളം ഒഴിച്ച് അന്നേരം തന്നെ പിഴിഞ്ഞെടുത്ത് ഒരു സൈഡിൽ വെക്കുക. അപ്പോൾ ഞാൻ എല്ലാ അവലും വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണേ. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ അവലിനകത്തോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ബാക്കി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഉപ്പും പഞ്ചസാരയും ഈ അവലിലോട്ട് പിടിച്ച് സെറ്റായിട്ടിരിക്കുവേ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഉപ്പും പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഉപ്പും പഞ്ചസാരയും പിന്നെ നാരങ്ങാനീര്, അപ്പം മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഒരു നവരസ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പം ഇച്ചിരി ചേർത്തോ മധുരം, അതിന് കുഴപ്പമില്ല. ഞാൻ വേറൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പച്ചക്കപ്പലണ്ടി കേട്ടോ. അപ്പം കപ്പലണ്ടി ആദ്യമേ ഞാൻ വറുത്തെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യമേ കപ്പലണ്ടി വറുത്ത് ഞാനൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി ഉപ്പ് ഒഴിച്ചിട്ട്, നമ്മൾ ഓൾറെഡി അവലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉള്ളിൽ ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിന് ശേഷം ഒരുപാടൊന്നും ബ്രൗണിഷ് ഒന്നും കണ്ട് ലൈറ്റ് ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ബാക്കി പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ഉള്ളി ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ആയതിന് ശേഷം നമുക്ക് അവലിട്ട് കൊടുക്കാം. അവലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. നമ്മൾ മഞ്ഞളും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒന്ന് തളിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വെക്കുക. ലാസ്റ്റിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതും എല്ലാം കൂടെ ലാസ്റ്റിലിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് തളിച്ചു കൊടുത്താൽ മതി, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കണേ. ആവി കയറി എല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ. അങ്ങനെ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റിൽ നാരങ്ങാനീര് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കിയെടുക്കണം. ഞാൻ നാരങ്ങാനീര് ഒഴിക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ നാരങ്ങാനീര് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.